മാസപ്പടി ഇടപാടുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കെതിരെ SFIO റിപ്പോർട്ടിൽ ഗുരുതര കണ്ടെത്തലുകൾ. തട്ടിപ്പിന്റെ മുഖ്യ ആസൂത്രകയാണ് വീണയെന്ന് SFIO പറയുന്നു. CMRL MD ശശിധരൻ കർത്തയ്ക്ക് എല്ലാ തട്ടിപ്പും അറിയാമായിരുന്നുവെന്നും റിപ്പോർട്ടിലുണ്ട്. എക്സാലോജിക് കമ്പനി തുടങ്ങിയതിനു ശേഷം വളർച്ച താഴേക്കായിരുന്നുവെന്ന് റിപ്പോർട്ട് വിശദീകരിക്കുന്നു. 66 ലക്ഷം രൂപയുടെ ബാധ്യതയാണ് വീണയുടെ എക്സാലോജിക് കമ്പനിക്ക് ഉണ്ടായിരുന്നത്. CMRLുമായി ഇടപാട് തുടങ്ങിയതായിരുന്നു കമ്പനിയുടെ മുഖ്യ വരുമാനം. 2017 മുതൽ 2019 വരെ കാലയളവിൽ CMRLുമായി ഇടപാടുകൾ നടത്തി. പ്രതിമാസം 5 ലക്ഷം രൂപ CMRLിൽ നിന്ന് വീണയുടെ പേരിലെത്തി. കമ്പനിയുടെ പേരിലും 3 ലക്ഷം രൂപ പ്രതിമാസം എത്തിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എക്സാലോജിക് എന്നാൽ വീണ മാത്രമെന്നാണ് SFIO റിപ്പോർട്ടിലുള്ളത്. 2015-ൽ വൺമാൻ കമ്പനി എന്ന പേരിലാണ് എക്സാലോജിക് രജിസ്റ്റർ ചെയ്തത്. വീണയും ശശിധരൻ കർത്തയും ഒത്തുകളിച്ച് CMRLിൽ നിന്നും 2.78 കോടി രൂപ തട്ടിയെടുത്തുവെന്നും എക്സാലോജിക് CMRLിന് സേവനം നൽകിയതിന് ഒരു തെളിവുമില്ലെന്നും റിപ്പോർട്ട് വിശദീകരിക്കുന്നു. SFIO റിപ്പോർട്ടിൽ വീണ 11ാം പ്രതിയാണ്. കൊച്ചിയിലെ അഡീഷണൽ സെഷൻസ് 7ാം നമ്പർ കോടതിയിലാണ് SFIO കുറ്റപത്രം നൽകിയത്. ഈ റിപ്പോർട്ടിൽ തുടർ നടപടികൾ കേരള ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഇല്ലാത്ത സേവനത്തിന്റെ പേരിൽ 2.78 കോടി രൂപ CMRLിൽ നിന്ന് വീണ കൈപ്പറ്റിയെന്നാണ് SFIO കണ്ടെത്തൽ. മീഡിയ 1 കൊച്ചി.